അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് ഇസ്ലാം മതം എന്നറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. മുസ്ലിമീങ്ങളിൽ തന്നെ മദ്രസ വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത സുഹൃത്തുക്കൾക്കും സഹോദര മതങ്ങളിലെ സുഹൃത്തുക്കളും എന്താണ് ഇസ്ലാം മതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു മുസ്ലിം നിർബന്ധമായും വിശ്വസിക്കേണ്ട 6 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒരു മുസ്ലിം നിർബന്ധമായും വിശ്വസിക്കേണ്ട 6 കാര്യങ്ങളും ഒരു മുസ്ലിം നിർബന്ധമായും ചെയ്യേണ്ട 5 കാര്യങ്ങളും കൂടി സംയുക്തമായി കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ മുസ്ലിമായി. ആ 5ഉം 6ഉം 11 കാര്യങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പഠിക്കാം. ആദ്യമായി ഒരു മുസ്ലിം നിർബന്ധമായും വിശ്വസിച്ചിരിക്കേണ്ട 6 കാര്യങ്ങൾ, ഈമാൻ കാര്യം എന്ന പേരിൽ അറിയപ്പെടുന്ന 6 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമതായി അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആരാണോ ഈ ഭൂമി ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ആ സൃഷ്ടികർത്താവ്, അവനെയാണ് അള്ളാഹു എന്ന ആ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുക. നമുക്കറിയാം, നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന ഓരോ വസ്തുക്കളും, നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോണും, നമ്മൾ ധരിച്ചിട്ടുള്ള ഈ വസ്ത്രവും, നമ്മൾ താമസിക്കുന്ന ഈ വീടും, നമ്മൾ സഞ്ചരിക്കുന്ന കാറും എല്ലാം ഓരോ ആളുകൾ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ട്, ഉണ്ടാക്കിയ ഒരു വ്യക്തിയുണ്ട്. അതുപോലെ ഇത്രയും വലിയൊരു പ്രപഞ്ചം സൃഷ്ടിച്ച് അതിനു വേണ്ട എല്ലാ സിസ്റ്റങ്ങളും എല്ലാ നിയമങ്ങളും ഉണ്ടാക്കി ഇത്രയും അത്ഭുതകരമായ രീതിയിൽ അതിന് സൃഷ്ടിപ്പ് നടത്തിയ ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിനെയാണ് അള്ളാഹു എന്ന് പറയുന്നത്. ആ അള്ളാഹു ഏകനാണ്. അവൻ ഒരാളെയും ആശ്രയിക്കാത്തവനാണ്. എല്ലാവരും അവനെ ആശ്രയിക്കുന്നവരാണ്. അവൻ ഒരാളുടെയും മകനല്ല, അവനക്ക് മക്കളും ഇല്ല. നമ്മളെപ്പോലെയുള്ള മുഴുവൻ സൃഷ്ടിവർഗം, അവൻ്റെ മുഴുവൻ സൃഷ്ടിവർഗങ്ങളിൽ നിന്നും അവൻ വ്യത്യസ്തനാണ്. നമ്മളെപ്പോലെ കാണാൻ കണ്ണിൻ്റെ ആവശ്യമില്ല, സംസാരിക്കാൻ വായയുടെ ആവശ്യമില്ല, കേൾക്കാൻ ചെവിയുടെ ആവശ്യമില്ല. അങ്ങനെ നമ്മളുടെ ചിന്തയ്ക്ക് അതീതമായ ഒരു ശക്തിയാണ് അള്ളാഹു. ആ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുക, അതാണ് ഒരു മുസ്ലിം നിർബന്ധമായും ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ മലക്കുകൾ എന്ന് പറഞ്ഞാൽ മാലാഖമാർ. അള്ളാഹു ഒരുപാട് സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഇതേപോലെ മൃഗങ്ങളുണ്ട്, മൃഗങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. മരങ്ങളുണ്ട്, ഒരുപാട് സൃഷ്ടിവർഗ്ഗങ്ങളുണ്ട്. ഇതുപോലെ അള്ളാഹു സൃഷ്ടിച്ച മറ്റൊരു വർഗ്ഗമാണ് മലക്കുകൾ. വേറെ ജിന്നുകൾ, അങ്ങനെ ഒരുപാട് വർഗ്ഗങ്ങളുണ്ട്. മനുഷ്യന്മാർ അള്ളാഹു സൃഷ്ടിച്ചിട്ട് വെച്ചിട്ടുള്ളത് മണ്ണുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കാൻ നമുക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട്, നമുക്ക് വിചാരങ്ങളുണ്ട്, നമുക്ക് ടോയ്ലറ്റിൽ പോകണം, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. പക്ഷേ മലക്കുകൾ എന്ന് പറയുന്ന ആ വർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് പ്രകാശം കൊണ്ടാണ്. അവർക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല, അവർ മലമൂത്ര വിസർജനം ചെയ്യില്ല, അവർക്ക് മക്കളുണ്ടാവുകയില്ല. അവർ മുഴുവൻ സമയവും അള്ളാഹു എന്താണോ അവരെ ഏൽപ്പിച്ചിട്ടുള്ള പണി, ആ പണി ചെയ്യുകയായിരിക്കും. അവർ മുഴുവൻ സമയം അള്ളാഹുവിന് ദിക്ർ ചെല്ലുകയായിരിക്കും, അവർ അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലുകയായിരിക്കും. അള്ളാഹു എന്താ ഡ്യൂട്ടി ഏൽപ്പിച്ചത് ആ പണി ചെയ്യുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം സൃഷ്ടികളാണ് മലക്കുകൾ എന്ന് പറയുന്നത്. ഈ മലക്കുകൾ എത്ര എണ്ണമുണ്ട് എന്നോ അതിൻ്റെ രൂപം എങ്ങനെയാണെന്നോ അള്ളാഹുവിനാണ് കൃത്യമായി അറിയുകയുള്ളൂ. മൂന്നാമത്തേതായി അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക. ഇപ്പോൾ നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക. അതാണ് മൂന്നാമത്തെ കാര്യം. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹു മനുഷ്യവർഗത്തെ സൃഷ്ടിച്ച് അവരിലേക്ക് അള്ളാഹു ആണ് നമ്മളെ സൃഷ്ടിച്ചത് എന്നും ഉള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ട മാലാഖമാർ മുഖേന ഓരോ നബിമാരെ, ഒരു പ്രവാചകന്മാരിലേക്ക് അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്ത് ആ പ്രവാചകന്മാർ ജനങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്തിച്ചു. അങ്ങനെയാണ് നബി റസൂൽ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശങ്ങൾ ഈ ലോകത്തേക്ക് കൈമാറിയ മനുഷ്യകുലത്തിലെ ആളുകളാണ് പ്രവാചകന്മാർ. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക. ഒരുപാട് പ്രവാചകന്മാരുണ്ട്. അതിന് 1,00,000-ലധികം പ്രവാചകന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. അതിലേറ്റവും അവസാനമായി ഭൂമിയിലേക്ക് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആദ്യം ആദം നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക.
അള്ളാഹു മനുഷ്യന്മാരെ സൃഷ്ടിച്ച് അവരിലേക്ക് പ്രത്യേകമായ മാലാഖമാർ മുഖേന ഓരോ പ്രവാചകന്മാരിലേക്ക് സന്ദേശം എത്തിച്ചുകൊണ്ടിരുന്നല്ലോ. ഈ പ്രവാചകന്മാരിലേക്ക് എത്തിയ സന്ദേശങ്ങൾ നമുക്ക് ഇന്നിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ എന്ന മാലാഖ മുഖേന 40 വയസ്സിന് ശേഷം അള്ളാഹുവിൻ്റെ നബി 40 വയസ്സിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ച് ആ പ്രവാചകത്വത്തിന് ശേഷം അവിടുന്ന് 23 വർഷക്കാലം ജീവിച്ച് മുഴുവൻ 63 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു. ആ 23 വർഷക്കാലം 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള ആ 23 വർഷക്കാലം ഓരോ സന്ദർഭത്തിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ജിബ്രീൽ എന്ന മാലാഖ മുഖേന അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ എത്തിയിരുന്നു. ആ ഒരു 63 വയസ്സ് വരെയുള്ള ആ 23 വർഷക്കാലം ഓരോ സന്ദർഭത്തിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ജിബ്രീൽ എന്ന മാലാഖ മുഖേന അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ എത്തിയിരുന്നു. ആ ഒരു സന്ദേശങ്ങളെല്ലാം ക്രോഡീകരിക്കപ്പെട്ടതാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഖുർആൻ. ഈ ഖുർആൻ അനുസൃതമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ പല പ്രവാചകന്മാർക്കും അള്ളാഹു ഇതുപോലെ പല ഗ്രന്ഥങ്ങൾ കൊടുത്തിരുന്നു. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങൾ. നമുക്കറിയാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം കൊടുത്തത്. സബൂർ എന്ന് പറയുന്ന ഗ്രന്ഥം മൂസാ നബി അലൈഹി സ്വലാമിന് കൊടുത്തതാണ്. ഇദ്രീസ് നബി അലൈഹി സ്വലാമിന് സബൂർ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളെക്കുറിച്ച് ആ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വിശ്വസിക്കാം. ഇപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത് പരിശുദ്ധമായ ഖുർആനിലാണ്. ഖുർആൻ അനുസൃതമായിട്ടാണ് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 4 കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. 5ാമതാണ് അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. അന്ത്യദിനം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഭൂമിയിൽ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച് നിശ്ചിത കാലത്തോളം ഈ ഭൂമി ഉണ്ടാകും, മനുഷ്യവംശം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നശിച്ച് ഒരു ലോകത്തിനൊരു അവസാനമുണ്ട്. ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ട് ഏകദേശം ഇത്ര വർഷങ്ങളായി. മനുഷ്യന്മാരെ സൃഷ്ടിക്കപ്പെട്ടിട്ട് മനുഷ്യവാസം ഈ ഭൂമിയിൽ തുടങ്ങിയിട്ട് ഏകദേശം ഇത്ര വർഷങ്ങളായി എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലെ തന്നെ അവർ പറയുന്നൊരു കാര്യമാണ് ലോകത്തിനൊരു അവസാനം വരാനുണ്ട് എന്ന്. ലോകത്തിന് ഒരു അവസാനം വരാനുണ്ട്. ഈ അവസാനത്തിന് ശേഷം ലോകത്ത് ഇന്ന് വരെ ജനിച്ച് മരണപ്പെട്ടു പോയ മുഴുവൻ മനുഷ്യരെയും മൃഗങ്ങളെയും ജിന്നുകളെയും എല്ലാം അള്ളാഹു മഹ്ശറ എന്ന് പറയുന്ന ഒരു കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടും. അവിടെ നമ്മളിന്ന് ചെയ്യുന്ന, നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹു നമ്മുടെ ഓരോ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു പ്രത്യേകമായ മാലാഖമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മാലാഖമാർ അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ മഹ്ശറയിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്ത മുഴുവൻ കാര്യങ്ങളും അവിടെ വായിക്കും. അങ്ങനെ നമുക്ക് നന്മകളാണ് കൂടുതലെങ്കിൽ സ്വർഗത്തിലേക്കും, തിന്മകളാണ് കൂടുതലെങ്കിൽ നരകത്തിലേക്കും ഒരാളുകളെയും വേർതിരിക്കുന്ന ഒരു കോടതി വരാനുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായി വിശദമായി മഹ്ശറ എന്നും പരലോകത്ത് എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റു വീഡിയോകളിലൂടെ സംസാരിക്കാം. പ്രാഥമികമായ ഇങ്ങനെ മനസ്സിലാക്കി അറിഞ്ഞു വെക്കുക. അള്ളാഹുവിൽ വിശ്വസിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞത് അള്ളാഹുവിൽ വിശ്വസിക്കുക. രണ്ടാമത്തേതായി അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക. മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക. നാലാമത്തേത് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. അഞ്ചാമത്തേത് അന്ത്യദിനം, യൗമുൽ ഖിയാമ, ഈ അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. ആറാമത്തേതായി ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ നന്മയും തിന്മയും അള്ളാഹു തീരുമാനിച്ച് അവൻ്റെ കഴിവ് കൊണ്ട് നടക്കുന്നതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. ഈ ഭൂമി സൃഷ്ടിച്ചതും ഈ ഭൂമിയിൽ മനുഷ്യനെ കൊണ്ടുവരണം എന്ന് തീരുമാനിച്ച് ഈ ഭൂമി സൃഷ്ടിച്ച് ഈ ഭൂമി എന്ന് നശിപ്പിക്കണം, എന്നാണ് ഇവരെയൊക്കെ ഉണർത്തെഴുന്നേൽപ്പിക്കേണ്ടത് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും തീരുമാനിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് അള്ളാഹുവാണ്. അവൻ്റെ കഴിവ് കൊണ്ടാണ് ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും നടക്കുന്നത്. അത് നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. ഈ 6 കാര്യങ്ങൾ വിശ്വസിക്കുക എന്നതാണ് ഈമാൻ കാര്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ 6 കാര്യങ്ങൾ വിശ്വസിക്കൽ ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാണ്. ഇത് വിശ്വസിച്ചാൽ ഒരു മുസ്ലിമായി, ഇത് മനസ്സിലാക്കി ഇത് വിശ്വസിക്കുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ എന്താണ്, ഇതൊന്നും പരിപൂർണമായൊന്നും മനസ്സിലായിട്ടില്ല എന്ന് വിഷമിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേടിക്കണ്ട. ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന വീഡിയോകളിലൂടെ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തും ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിലൂടെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അല്ലെങ്കിൽ അടുത്ത വീഡിയോകളിലൂടെ തന്നെ അതിൻ്റെ മറുപടികൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും.
ഇസ്ലാമിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരിലേക്ക് മുഴുവനും നമ്മൾ മുഖേന ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാനുള്ളത് ഇസ്ലാം കാര്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മുസ്ലിം നിർബന്ധമായും ചെയ്യേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ്. ആ 5 കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ വിശദീകരണങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോകളിലൂടെ പഠിക്കാം. നമ്മൾ മുഖേന ആരെങ്കിലും ഒരാൾ സത്യം മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ പ്രതിഫലവും നമുക്ക് അള്ളാഹു നൽകുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ മുഖേന ഒന്ന് ഷെയർ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മളുടെ പരലോകത്ത് വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.